കാസർഗോഡ് തലപ്പാടിയിൽ വാഹനാപകടത്തിൽ 6 പേർക്ക് ദാരുണാന്ത്യം. കർണാടക കേസരിയൂർ സ്വദേശികളായ നഫീസ, ഖദീജ, ആയിഷ, ഹസ്ന, ഓട്ടോറിക്ഷ ഡ്രൈവറായ ഹൈദർ അലി, ഹവ്വമ്മ എന്നിവരാണ് മരിച്ചത്. 2 പേർ ചികിത്സയിലാണ്. ഒരാളുടെ നില ഗുരുതരമാണ്. അമിത വേഗത്തിലെത്തിയ കർണാടക RTC ബസ് നിയന്ത്രണം വിട്ട് ഓട്ടോറിക്ഷയിലേക്കും ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്കും ഇടിച്ചു കയറുകയായിരുന്നു. അതേസമയം കർണാടക സർക്കാരിനെ വിമർശിച്ച് ലീഗ് MLA NA നെല്ലിക്കുന്ന് രംഗത്തെത്തി. അപകടത്തിന് ഉത്തരവാദികൾ കർണാടകയിലെ കോൺഗ്രസ് സർക്കാരാണെന്ന് NA നെല്ലിക്കുന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇവിടെ സാധാരണ ആളുകൾ ഓവർ സ്പീഡ് പോയാൽ അവരെ പിടിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സർക്കാരിൻ്റെ ബസ്സുകളായാലും മറ്റും എത്ര സ്പീഡിൽ ഓടിക്കാം. അപ്പോൾ ഇത് ഞാൻ ഡ്രൈവറെ ഒന്നും കുറ്റപ്പെടുത്തില്ല. ഡ്രൈവറുടെ അനാസ്ഥ ഉണ്ടാകാം, അശ്രദ്ധ ഉണ്ടാകാം. ഇത് സർക്കാരാണ് ഇതിന് ഉത്തരവാദി. കർണാടക സർക്കാർ ഇത്രയും ഫ്ലാറ്റായ ഇത്രയും മോശമായ ബസ് ഈ കാസർകോട്ടേക്ക് ഭാഗത്തേക്ക് ഓടിക്കുക എന്ന് വെച്ചാൽ അത് ഈ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ്. ഞാൻ നോക്കി, ഇതിൻ്റെ ടയറുകൾ ഞാൻ നോക്കി, ടയർ ഫ്ലാറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ബസ്സും വളരെ ജീർണിച്ച ബസ്സാണ്, പഴകിയ ബസ്സാണ്. നിയമമുണ്ടല്ലോ, ഇത്ര കാലം മാത്രമേ ഒരു വാഹനം റോഡിൽ ഇറക്കാൻ പാടുള്ളൂ, അതിനുശേഷം റോഡിൽ വാഹനങ്ങൾ ഇറക്കാൻ പാടില്ല. സിജു കണ്ണൻ ചേരുകയാണ്. സിജു, ഗുരുതരമായ അനാസ്ഥയുടെ ഇരയാണ് 6 പേരുടെ ജീവൻ നഷ്ടമായത്. വിവരങ്ങൾ എന്തൊക്കെയാണ്? ഹസിത, ദേശീയപാത 66 കേരള കർണാടക അതിർത്തിയായ തലപ്പാടിയിൽ ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് അപകടമുണ്ടായത്. ഈ അപകടത്തിലാണ് 6 പേർക്ക് ദാരുണാന്ത്യം ഉണ്ടായിരിക്കുന്നത്. കാസർഗോഡ് നിന്ന് മംഗലാപുരത്തേക്ക് പോവുകയായിരുന്ന കർണാടക RTC ബസ് നിയന്ത്രണം വിട്ട് ആദ്യം റോഡിന്റെ മറുഭാഗത്ത് നിർത്തിയിട്ട ഓട്ടോറിക്ഷയിലിടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ കറങ്ങിത്തിരിഞ്ഞ ബസ് പിന്നോട്ട് പോയി റോഡരികിലുള്ള കൈവരികൾ തകർത്ത് ബസ് കാത്തിരിക്കുന്നവർ ഇടിച്ചു വീഴ്ത്തി. ഇതിനുശേഷം മറ്റൊരു ഓട്ടോറിക്ഷയിൽ കൂടി ഇടിച്ച് റോഡിന് പുറത്തേക്ക് എതിർവശത്തേക്ക് എത്തുകയായിരുന്നു. നാട്ടുകാരും പോലീസും അപകടത്തിൽപ്പെട്ടവരെ മംഗൽപാടി താലൂക്ക് ആശുപത്രിയിലും മംഗലാപുരത്ത് സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചു. ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന ഡ്രൈവറും 11 വയസ്സുകാരിയും 4 സ്ത്രീകളും അടക്കം മരിച്ച 6 പേരും കർണാടക KC റോഡ് സ്വദേശികളാണ്. ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന കർണാടക KC റോഡ് സ്വദേശികളായ നഫീസ, ഖദീജ, ആയിഷ, ഹവ്വാമ്മ, 11 വയസ്സുകാരി ഹസ്ന, ഓട്ടോറിക്ഷ ഡ്രൈവർ ഹൈദർ അലി എന്നിവരാണ് മരിച്ചത്. സുരേന്ദ്രൻ, ലക്ഷ്മി എന്നിവർ ബസ് കാത്തു നിൽക്കുകയായിരുന്നു. ഈ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഇവരും മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പോലീസും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി. ഈ പരിശോധനയിൽ നിന്ന് വ്യക്തമായത് ഈ ബസ്സിന് കാലപ്പഴക്കമേറെയുണ്ട്. അതിന്റെ ടയറുകൾ തേഞ്ഞു തീർന്ന നിലയിലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഗുരുതരമായ അനാസ്ഥയാണ് ഈ അപകടത്തിന് കാരണമെന്ന ആക്ഷേപമുയർന്നു. നാട്ടുകാർ വലിയ പ്രതിഷേധമാണ് ഉയർത്തിയത്. അതോടൊപ്പം തന്നെ സ്ഥലത്തെത്തിയ മഞ്ചേശ്വരം MLA, കാസർഗോഡ് MLA എന്നിവർ ഗുരുതരമായ അനാസ്ഥയാണ് അപകടത്തിന് കാരണം. കർണാടക സർക്കാരിന്റെയും RTCയുടെയും ഭാഗത്ത് ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടായി എന്ന ശക്തമായ വിമർശനം ഉന്നയിച്ചു. അതോടൊപ്പം തന്നെ നാട്ടുകാർ പറയുന്നത് സർവീസ് റോഡിലൂടെയാണ് സാധാരണ നിലയിൽ ബസ്സുകൾ യാത്ര ചെയ്യേണ്ടത്. എന്നാൽ ഈ ബസ് അമിത വേഗത്തിലെത്തിയത് ദേശീയപാതയിൽ കൂടിയാണ്. അങ്ങനെ നിയന്ത്രണം വിട്ടാണ് എതിർവശത്തുണ്ടായിരുന്ന ഓട്ടോറിക്ഷയിൽ ഇടിച്ചത് എന്നാണ്. ഗുരുതരമായ അനാസ്ഥ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും മഞ്ചേശ്വരം പോലീസ് സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. ഈ ഡ്രൈവറെയും കണ്ടക്ടറെയും നിലവിൽ കസ്റ്റഡിയിലെടുത്തു. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. സിജു കണ്ണനാണ് വിവരങ്ങൾ നൽകിയത്. കർണാടക സർക്കാർ ബസ് ഇടിച്ചു കയറിയാണ്, നിയന്ത്രണം വിട്ട് പാഞ്ഞു കയറിയാണ് 6 പേരുടെ ജീവൻ നഷ്ടമായത്.